ഒരു അന്യ പെണ്ണിന്റെ കൂടെ ഒരു അന്യ ആണായാൽ, ഈ അന്യ ആണ് എന്ന് പറഞ്ഞത് സ്വഹാബികൾക്ക് പോലും ബാധകമാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ ഭാര്യമാര് മിൻ വറാഇ ഹിജാബ്, ഹിജാബിന്റെ മറവിലൂടെയല്ലാതെ നബി തങ്ങളുടെ ഭാര്യമാരോട് മിണ്ടിപ്പോവരുത്. ആരോട്? സുദ്ദീഖതങ്ങളോട്. പരിശുദ്ധ ഖുർആൻ. പിന്നെയുണ്ട് നമ്മളോടൊക്കെ സുദ്ദീഖതങ്ങളാണ് അവിടുത്തെ സ്വഹാബിമാർ. ഉമർ തങ്ങളാണ് സ്വഹാബി, ഉസ്മാൻ എന്നവരാണ് സ്വഹാബി. ആരോട്? ആയിഷ ബീവിയോട്. അത്വാഹിറത്തുൽ മുതഹ്ഹറത്തു മിൻ ഫൗഖിസ് സമാ, സംശുദ്ധയായ ആയിഷ ബീവിയോട് ഖുർആൻ പറഞ്ഞ, ബീവി നിങ്ങൾ അന്യ സ്വഹാബികളോട്, അന്യ പുരുഷന്മാരോട് ഹിജാബില്ലാതെ, മറയുടെ പിന്നിൽ നിന്നല്ലാതെ സംസാരിക്കരുത്. പിന്നുണ്ടോ ഉസ്താദന്മാർക്കൊക്കെ ചായ, ബന്ധുക്കൾക്ക്, വീട്ടുകാർ, അതിഥികൾ വീട്ടിൽ വന്ന അന്യ പെണ്ണുങ്ങൾ കൂളായിട്ട് ചായ കൊണ്ടുപോയി വെച്ചു കൊടുക്കുക ടേബിളിൽ. നമുക്കൊന്നും നീ തിരിഞ്ഞിട്ടില്ലേ? നീ എത്രയാ പറഞ്ഞു തരേണ്ടത്? അന്യ പെണ്ണുങ്ങളും അന്യ പുരുഷന്മാരുമായി ഇടപഴകുന്ന ഒരു സംഭവവും പാടുള്ളതല്ല. വല്ലാഹി അത് ഹറാമാണ്, കുറ്റകരമാണ്, പാടില്ല. ഇന്ന് മനസ്സിലാക്കൂടെ? അതിന്റെ എല്ലാ വകുപ്പുകളും മനസ്സിലാക്കിക്കോളൂ. അല്ലാഹു നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. ആമീൻ. ഫഅകലാ വശരിബാ തുമ്മ ഉതജഅ. ഹാരിസ് ഇബ്നു സഅസിന്റെ കൂടെ നടക്കുന്ന 20 ആളുകളിൽ കൂടെ പോവേണ്ട ആളാണ് കൂടെ പോവാതെ മാറി നിന്നത്. 19 ആളുകൾ കൂടെയുണ്ട്, ഒരാള് മാത്രം ബാക്കി നിൽക്കുകയും സ്വന്തം മുതലാളിയുടെ വീട്ടിലേക്ക് പോവുകയും ചെയ്തു. വീടുകളിൽ ഇടപെടുന്ന ആളുകൾ, ഡ്രൈവർമാരായിട്ട് ജോലി ചെയ്യുന്ന ആളുകൾ, വീട്ടുകാർക്ക് കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്ന അന്യപുരുഷന്മാർ, വീടുകളുടെ സ്വകാര്യതകൾ അറിയാൻ അവസരങ്ങളുണ്ടാകും. പിശാച് അവരുടെ മനസ്സിനുള്ളിൽ അനാവശ്യമായ ചിന്തകൾക്ക് മനക്കോട്ടകൾ കെട്ടിക്കൊടുക്കും. പ്രത്യേകിച്ച് കാണാൻ ഭംഗിയുള്ള കുട്ടികൾ താമസിക്കുന്ന വീടുകളാണെങ്കിൽ പിശാച് അവരുടെ കണ്ണുകളിൽ കയറി ഏത് നേരവും കണ്ണുകളെ കൊണ്ട് ഹറാമ് ചെയ്യിപ്പിച്ചുകൊണ്ടിരിക്കും. അത് അയൽപക്ക ബന്ധങ്ങൾ കൂടിയാണെങ്കിൽ എത്ര ഗുരുതരമായ തെറ്റാണത്. സ്വന്തം ഹാരിസ് ഇബ്നു സഅസിന്റെ ഭാര്യയുടെ അരികത്തേക്കാ ചെന്നത്. ഫഅകലാ വശരിബാ, മോശമായ ചിന്തയുള്ള പെണ്ണായതുകൊണ്ടാണ് അവരുടെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുകയും അവരെ വെള്ളം കുടിക്കുകയും ചെയ്തു. രണ്ടുപേരും ഒരുമിച്ച് കിടക്കുകയും ചെയ്തു. കിടന്നതേ ഓർമ്മയുള്ളൂ. ഫവസബൽ കൽബു അലൈഹിമാ ഫഖതലഹുമാ. ആ വീട്ടിലുണ്ടായിരുന്ന നായ ഓടി വരികയും രണ്ടുപേരുടെ മീതെയും കയറി വന്നുകൊണ്ട് രണ്ടാളുടെയും കഴുത്തിൽ കടിച്ച് രണ്ടുപേരെയും അവിടെ കൊന്നുകളയുകയുണ്ടായ സംഭവം അല്ലാമ ഇബ്നു ബസ്സാം എന്നവർ തന്റെ കിതാബിൽ രേഖപ്പെടുത്തി. ഹാരിസ് ഇബ്നു സഅസ യുദ്ധം കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോഴാണ് രണ്ടുപേരെയും മരിച്ചു കിടക്കുന്ന രീതിയിൽ കാണുന്നത്. അപ്പോഴാണ് കഥ മനസ്സിലായത്. ഈ നായ വസ്ത്രമുടുത്ത് നടക്കുന്ന എത്രയോ മനുഷ്യരെക്കാളും ഖൈറാണ് എന്ന് പറയാനാ ഇബ്നു ബസ്സാം തന്റെ കിതാബിൽ ഈ സംഭവം ഉദ്ധരിച്ചു വെച്ചത്, അല്ലാഹുവിനെ സൂക്ഷിക്കാൻ വേണ്ടി. ഇത് കണ്ടപ്പോഴാണ് ഹാരിസ് ഇബ്നു സഅസ പാട്ടുപാടിയത്. وما زال يرعى ذمتي ويحوتني ويحفظ عرسي والخليل يخون. എന്റെ നായ എന്നെ സംരക്ഷിക്കുകയും എന്റെ അഭിമാനം കാക്കുകയും ചെയ്തു. എന്റെ ഭാര്യയെ സംരക്ഷിച്ചു. എന്റെ കൂട്ടുകാരൻ എന്നെ വഞ്ചിച്ച നേരത്ത് فيا عجبا للخل يهتيك حرمتي ويا عجبا للكلب كيف يصون. എന്റെ കൂട്ടുകാരനെ കുറിച്ചാണ് ഞാൻ അത്ഭുതപ്പെട്ടു പോകുന്നത്. എന്റെ കുടുംബത്തിന്റെ അഭിമാനം പിച്ചു ചീന്താൻ എങ്ങനെയാണ് എന്റെ കൂട്ടുകാരന് സാധിച്ചത്? വയാ അജബൻ ലിൽ കൽബി കൈഫ യസൂനു. ഈ നായ എന്റെ കുടുംബം ചെയ്ത് ഈ നെറുകേട് കണ്ടപ്പോൾ എന്റെ അഭിമാനം കാക്കാൻ വേണ്ടി അവിടെ ഇടപെട്ട ആ നായയുടെ സ്വഭാവം കാണുമ്പോൾ വയാ അജബ, അത്ഭുതമേ അത്ഭുതമേ എന്ന് ഈ കാഴ്ച കണ്ട് പാടിയിട്ടുണ്ട് ഹാരിസ് ഇബ്നു സഅസ എന്നവർ. എന്റെ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, ബ്രീച്ച് ഓഫ് കോൺട്രാക്ട് എന്ന് കേൾക്കാറുണ്ട് നമ്മൾ. ഇത് ബ്രീച്ച് ചെയ്യാൻ, പരസ്പരമുള്ള ബന്ധം ബ്രീച്ച് ചെയ്യുക, പരസ്പരമുള്ള ഒരു ട്രസ്റ്റാണ്. നമ്മളൊക്കെ ജീവിക്കുന്നത് ഒരു തരം ബന്ധത്തിന്റെ പേരിലാണ്. ഈ ഒരു വിശ്വാസം ബ്രീച്ച് ചെയ്യാൻ പിന്നെ നമ്മളും മൃഗങ്ങളും തമ്മിൽ എന്താ വ്യത്യാസം? അതുകൊണ്ട് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു അയൽവാസിയോട് അയൽവാസി ചെയ്യേണ്ട കടപ്പാടുകളെ സംബന്ധിച്ച് പറയുന്നു. വതഹമ്മുലു അദൽ ജാർ. മൂന്നാമത്തേത്, രണ്ടെണ്ണം പറഞ്ഞു. ഒന്നെന്താ? ഒന്നാമത്തേത് സലാം പറയാ, സലാം മടക്കുക.
ക്ഷണം സ്വീകരിക്കുക. രണ്ടാമത്തേത് നമ്മൾ അങ്ങോട്ട് ഉപദ്രവം ചെയ്യരുത്. ഇനി മൂന്നാമത്തേത് ഒരയൽവാസി ഉപദ്രവം ചെയ്താൽ അത് നമ്മൾ സഹിക്കുക. അത് നാട്ടുകാരോട് വാട്സപ്പിലിട്ട് പിണ്ടുകയല്ല, ആരും പരസ്യപ്പെടുത്തണ്ട, നമ്മളങ്ങ് സഹിക്കുക. അതിന് അല്ലാഹുവിന്റെ ഭാഗത്തുനിന്ന് വലിയ സഹായം ഉണ്ടാവും. അതാണ് മൂന്നാമത്തേത്. ഒക്കെ കൂടുതൽ സമയമെടുത്ത് ചർച്ച ചെയ്യേണ്ട വിഷയമാണ്. വിശുദ്ധ ഖുർആൻ പറയട്ടെ, സൂറത്തുൽ മുഅ്മിനൂൻ, ഇദ്ഫഅ ബില്ലതീ ഹിയ അഹ്സനു സയ്യിഅ, ഇദ്ഫഅ ബില്ലതീ ഹിയ അഹ്സനു സയ്യിഅ, തിന്മയെ നിങ്ങൾ നന്മ കൊണ്ടാണ് നേരിടേണ്ടത് എന്ന് പരിശുദ്ധ ഖുർആൻ. ഇങ്ങോട്ടൊരു അയൽവാസി തിന്മ ചെയ്തു, നമ്മൾ അങ്ങോട്ടും തിന്മ ചെയ്യാം. അങ്ങനെയല്ല, ഇങ്ങോട്ട് തിന്മ ചെയ്തു, നമ്മൾ അങ്ങോട്ട് നന്മ ചെയ്യാം. അതൊരു വലിയ പ്രയാസമുള്ള സംഗതിയാണ്, എളുപ്പമല്ല. പറയാനും വേറെ പറയാനൊക്കെ എളുപ്പമാണ്, ഇത് ചെയ്തു നോക്കാൻ ഇച്ചിരി പ്രയാസം ഉണ്ടാവും അല്ലേ? ഇങ്ങോട്ട് ഉപദ്രവം ചെയ്തു, അങ്ങോട്ട് നന്മ ചെയ്യാം. വലമൻ സ്വബറ വഗഫറ ഇന്ന ദാലിക ലമിൻ അസ്മിൽ ഉമൂർ. വലമൻ സ്വബറ വഗഫറ, ആരാണോ ക്ഷമിക്കുന്നത്, പുറത്തു കൊടുക്കുന്നത്, ഇന്ന ദാലിക ലമിൻ അസ്മിൽ ഉമൂർ, അത് ഏറ്റവും മനോഹരമായ, കടുത്ത മനോധൈര്യമുള്ളവർ, അഗാധമായ ഈമാനുള്ളവർക്ക് മാത്രം ചെയ്യാൻ കഴിയുന്ന സംഗതിയാണ് ഒരു തിന്മയെ ക്ഷമിക്കുകയും ഒരു തിന്മയെ പുറത്തു കൊടുക്കുകയും ചെയ്യുന്നത്. അതിനൊക്കെ മാതൃകയല്ലേ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എത്ര സംഭവങ്ങളുണ്ട്. മഹാനായ അബൂദറുൽ ഗിഫാരി റളിയല്ലാഹു തആല അൻഹു ഒരു ഹദീസ് പറയുന്ന രംഗമുണ്ട്. ആ ഹദീസ് പഠിക്കാനാണ് മഹാനായ മുത്തർരിഫ് റളിയല്ലാഹു അൻഹു മഹാനവറുകളെ കാണാൻ വേണ്ടി ചെന്നത്. കുൻതു അഷ്തഹീ ലിഖാഅഹ്, അബൂദർ എന്നവരെ കാണാൻ എനിക്ക് കൊതിയായിരുന്നു. എന്തിനെന്നറിയോ? ഒരു ഹദീസ് പഠിക്കാൻ വേണ്ടി പോവാൻ. ഒരു ഹദീസ് പഠിക്കാനൊക്കെ ഈജിപ്തിലേക്ക് യാത്ര പോയ സ്വഹാബിയുണ്ട്, മഹാനായ ജാബിർ ഇബ്നു അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹു. ഒരു ഹദീസാണ്. നമ്മളൊരു വാദിന് പോയ 10 ഹദീസ് 20 ഹദീസ് കേൾക്കുന്നുണ്ടാവും. ഒരു ഹദീസ് കേൾക്കാനാ മദീനയിൽ നിന്ന് ഷാമിലേക്കും ഈജിപ്തിലേക്കും യാത്ര പോയത്. ഒരൊറ്റ ഹദീസ്. ആ ഹദീസ് കേട്ട് കഴിഞ്ഞപ്പോൾ ഞാൻ പോവാണ് മദീനത്തേക്ക് എന്ന് പറഞ്ഞു. തിരിച്ചു പോകുന്നതാണ്. ഒറ്റ ഹദീസ്. ലക്ഷ്യം ഒരു ഹദീസ് കേൾക്കാനാണ്. നിനക്ക് വന്നാൽ ആ യാത്ര മുതലായില്ലേ? വലിയ ഭാഗ്യല്ലേ? നിങ്ങളിപ്പോ ഇങ്ങോട്ട് വന്നു, ബൈക്ക് ഓടിച്ചു വന്നു, കാറ്, മിനിമം പെട്രോളിന് ചെലവില്ലേ? ഉറക്കൊഴിക്കലും ക്ഷീണവും വേറെ. എനിക്കൊരു ഹദീസ് പഠിക്കണം, ഒരു ആയത്ത് പഠിക്കണം, ഒരു നല്ല ആശയം പഠിക്കണം. ആ നിയ്യത്തിൽ വന്നു. ഈ വരവ് നിങ്ങൾക്ക് മുതലായി. അല്ലാഹു അങ്ങനെ ആക്കി തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. മഹാനവറുകളെ കണ്ടപ്പോ മഹാനായ മുത്തർരിഫ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അബൂദർ എന്നവരെ, നിങ്ങളെ കാണാൻ എനിക്ക് ഒരുപാട് കൊതിയുണ്ടായിരുന്നു. എന്തെന്നറിയുമോ? നിങ്ങൾ അല്ലാഹുവിന്റെ റസൂലിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഹദീസ് ഞാൻ കേട്ടിട്ടുണ്ട്. ഇന്നല്ലാഹ അസ്സ വജല്ല യുഹിബ്ബു സലാസതൻ വയുബ്ഗിദു സലാസ. അല്ലാഹു 3 പേരെ ദേഷ്യപ്പെടുകയും 3 പേരെ അല്ലാഹു ഇഷ്ടപ്പെടുകയും ചെയ്യുന്നുണ്ട് എന്ന ഹദീസ്. അതൊന്ന് കേൾക്കാൻ ആഗ്രഹമായിട്ട് വന്നതാ. ഒന്ന് പറഞ്ഞു തരുന്ന ഹദീസ് എന്ന് മുത്തർരിഫ് റളിയല്ലാഹു അൻഹു. ആ ഹദീസിന്റെ പൂർണ്ണരൂപം ഇവിടെ ഇല്ല. ബഹുമാനപ്പെട്ടവർ പറഞ്ഞു കൊടുത്തു. ബഹുമാനപ്പെട്ടവർ പറഞ്ഞു, അല്ലാഹു ഇഷ്ടപ്പെടുന്ന വിഭാഗം റജുലുൻ ഗസാ ഫീ സബീലില്ലാഹി സാബിറൻ വമുഹ്തസിബാ ഫഖാതല ഹത്താ ഖുതിൽ. അല്ലാഹുവിന് വേണ്ടി ധർമ്മസമരം ചെയ്ത് ചോര ചിന്തി മരിക്കുന്ന ആൾ അല്ലാഹുവിന് ഇഷ്ടമാണ്. പിന്നെ പറഞ്ഞു, അല്ലാഹുവിന് ഇഷ്ടമുള്ള വേറെ ഒരാൾ, റജുലുൻ കാന ലഹു ജാറു സൂ, മോശക്കാരനായ ഒരു അയൽവാസിയുണ്ട്. അങ്ങനത്തെ ഒരാൾ, യുദീഹി, ആ അയൽവാസി അയാളെ ബുദ്ധിമുട്ടാക്കുന്നുണ്ട്. ഫയസ്ബിറു അലാ അദാ, അയാൾ ചെയ്യുന്ന എല്ലാ ഉപദ്രവവും ഇയാൾ സഹിക്കും. ഹത്താ യക്ഫിയഹുല്ലാഹു ഇയ്യാഹു ബിഹയാത്തിൻ ഔ മൗത്ത്, ഒന്നുകിൽ ഇയാൾ മരിക്കുകയോ അയാൾ മരിക്കുകയോ ചെയ്ത് അല്ലാഹു ആ വിഷയത്തിൽ പരിഹാരം ചെയ്യുന്നവരെ, അയൽവാസിയുടെ ഉപദ്രവം സഹിച്ചു ജീവിക്കുന്ന ആളുകളെ യുഹിബ്ബുഹുമുല്ലാഹ്, അല്ലാഹുവിന് ഇഷ്ടമാണെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. രണ്ടാമത്തെ ബാധ്യത പറഞ്ഞത്, ഒരയൽവാസിയോടും ഉപദ്രവം ചെയ്യരുതെന്നാണ്. പക്ഷെ ഒരാൾ ഉപദ്രവം ചെയ്യാണ്, മുമ്പ് ആ വേള കേട്ടിട്ടില്ല എന്ന് വിചാരിക്കാം. എന്നാ പിന്നെ എന്താ ചെയ്യാ? ചെയ്യുന്നൊക്കെ നമ്മൾ സഹിക്കാം. നമ്മൾ ഇങ്ങനെ ഒരു അയൽവാസി, ബുദ്ധിമുട്ടാക്കുന്ന അയൽവാസി, ചിലർ പടച്ചോനെ എന്റെ അയൽവാസി ഇപ്പൊ വേള കേൾക്കാൻ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എന്നൊക്കെ ആഗ്രഹിക്കും. മൂപ്പരിപ്പോ പയ്യനൊരു പന്തളിക്ക് പോയതായിരിക്കും. അപ്പൊ മൂപ്പരത് അറിയില്ല. അപ്പൊ നമ്മൾ എന്താ ചെയ്യാ?
അയാൾ ചെയ്ത് നമ്മൾ സഹിക്കാൻ, അതന്നെ പരിഹാരം, വേറൊന്നുമില്ല, അതന്നെ പരിഹാരം. യസ്ബിറു അലാ അദാ. മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിനോട് ഒരാൾ വന്നു പറഞ്ഞു, ഇബ്നു മസ്ഊദ് എന്നവരെ, ഇന്നലി ജാറുൻ യുദീനി, എന്നെ ചീത്ത പറയുന്ന ഒരു അയൽവാസിയുണ്ട് എനിക്ക്, യുദീനി എന്നെ ബുദ്ധിമുട്ടാക്കുന്ന, വയശ്തിമുനി എന്നെ ചീത്ത പറയും. ഇനി പറയുന്നത് കേരളക്കാരെ കുറിച്ചാണോ? ഒരു കാര്യം കൂടെ പറയുന്നുണ്ട്, അത് കേരളത്തിലെ പിശുക്കന്മാരായ മലയാളി മുസ്ലിമീങ്ങളോടും അല്ലാത്തവരോടുമാണ്. പറയല്ലേ, ഇന്നലീ ജാറുൻ യുദീനി വയശ്തുമുനി. ഇബ്നു മസ്ഊദ് എന്നവരെ എന്നെ ചീത്ത പറയുകയും എന്നെ ബുദ്ധിമുട്ടാക്കുകയും ചെയ്യുന്ന അയൽവാസി, വയുളയ്യിഖു അലയ്യ, എന്റെ വഴിയും വീട്ടിലേക്കുള്ള വഴി ഇടുങ്ങിയതാക്കി ചെയ്യുന്ന, എന്റെ വീട്ടിലേക്ക് സങ്കുചിതമായ വഴികൾ തരുന്നവൻ, എന്റെ വഴി ഇടുക്കിക്കളയുന്നവൻ, എന്റെ വീട്ടിലേക്ക് ഒരു വഴി തരാത്തവൻ, യുളയ്യിഖു അലയ്യ, എനിക്ക് പ്രയാസം ചെയ്യുന്ന ആൾ എന്നർത്ഥത്തിൽ, എന്നെ പ്രയാസപ്പെടുത്തുന്ന ആൾ, എന്റെ വീട്ടിലേക്കൊരു വഴി പോലും തരില്ല, എന്റെ വീട്ടുകാരെ ബുദ്ധിമുട്ടാക്കുന്നവൻ. അങ്ങനത്തെ ഒരു അയൽവാസിയുണ്ട് ഇബ്നു മസ്ഊദ് എന്നവരെ. എന്താണ് ഞാൻ ചെയ്യേണ്ടത്? നിങ്ങളൊരു പരിഹാരം പറഞ്ഞു തരണം. ഇബ്നു മസ്ഊദ് എന്നവർ കൊടുത്ത മറുപടി എന്തെന്നറിയോ? ഇദ്ഹബ്, നിങ്ങൾ പൊയ്ക്കോളൂ, ഫഇൻ ഹുവ അസല്ലാഹ ഫീക ഫഅത്ഇല്ലാഹ ഫീഹി. അയാൾ അള്ളാഹുവിനെതിരെ ചെയ്തിരിക്കുന്നു നിങ്ങളുടെ വിഷയത്തിൽ അയാൾ അള്ളാഹുവിനെതിരാണ് ചെയ്തത് എങ്കിൽ നിങ്ങൾ ആ വിഷയത്തിൽ അള്ളാഹുവിനെ അനുസരിക്കുകയാണ് വേണ്ടത്. എന്ന് പറഞ്ഞാൽ അയാൾ നിങ്ങളെ ഉപദ്രവിക്കുന്നത് അള്ളാഹുവിനോട് ചെയ്ത തെറ്റാണ്. അതുകൊണ്ട് നിങ്ങൾ അയാളെ തിരിച്ചുപദ്രവിക്കുകയല്ല വേണ്ടത്. അത് അള്ളാഹുവിനെ അനുസരിക്കലല്ലോ. അള്ളാഹുവിനെ അനുസരിക്കൽ അത് നിങ്ങൾ സഹിക്കലും പൊറുക്കലുമാണ്. നിങ്ങളങ്ങ് ക്ഷമിച്ചേക്കണം, ഒന്ന് സഹിച്ചേക്കണം, സാരമില്ല. അയാൾ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അതിന് പകരമായി, അതിന് മറുപടിയായി നിങ്ങൾ തെറ്റ് ചെയ്യല്ല, നിങ്ങൾ ക്ഷമിക്കണേ എന്ന് എന്നോട് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു എന്ന് ഒരു സ്വഹാബി, ഒരു താബിഈയ മഹാനാ സംഭവം ഉദ്ധരിക്കുന്നു. അല്ലാഹുവേ, صلوا على النبي محمد وآله. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. ഒരുപാട് സ്വലാത്ത് നമ്മുടെ ഹബീബിന്റെ ഹളറത്തിലേക്ക് എത്തും. അല്ലാഹു എത്തിച്ചു കൊടുക്കട്ടെ, അവിടുത്തെ അല്ലാഹു സന്തോഷിപ്പിക്കട്ടെ.